നമസ്കാരം. സൗദി അറേബ്യയിലെയും ഖത്തറിലെയും സന്ദർശനം പൂർത്തിയാക്കി UAE എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് രാജകീയ സ്വീകരണം. UAE ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ട് വിമാനത്താവളത്തെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ UAE സന്ദർശിക്കുന്നത്. വിമാനത്താവളത്തിൽ ഡൊണാൾഡ് ട്രംപിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. UAEയുടെ പരമ്പരാഗത നൃത്തച്ചുവടുകളുമായി നിരവധി സുന്ദരികളാണ് അവിടെ അണിനിരുന്നത്. കൂടാതെ അമേരിക്കൻ പതാക വീശി കാണിച്ചുകൊണ്ട് നിരവധി കുട്ടികളുമൊക്കെ അവിടെ എത്തിയിരുന്നു. ഈ ആഘോഷ പരിപാടികൾ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായി ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അമേരിക്കയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉന്നതതല സംഘവുമായിട്ടാണ് അദ്ദേഹം UAEയിൽ എത്തിയിരിക്കുന്നത്. ക്യാബിനറ്റ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം നിരവധി പേരാണ് ഒപ്പമുള്ളത്. വലിയൊരു വ്യവസായികളുടെ സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ലോകോടീശ്വരനായ ഇലോൺ മസ്കും അദ്ദേഹം ട്രംപിൻ്റെ ഒരു ഉപദേഷ്ടാവ് കൂടിയാണ്. മറ്റ് നിരവധി പേരും ട്രംപിനോടൊപ്പം അവിടെ എത്തിയിട്ടുണ്ട്. നിരവധി ട്രില്യൺ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് തൻ്റെ ഗൾഫ് പര്യടനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത്താഴ വിരുന്നിന് തൊട്ട് മുമ്പ് UAE സർക്കാർ ഒരു വലിയ സ്വർണ്ണമാല ട്രംപിന് സമ്മാനിച്ച് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. തുടർന്നാണ് ചർച്ചകൾ നടന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി മേഖലകളിൽ സഹകരണം ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നാണ് ഡൊണാൾഡ് ട്രംപ് UAE സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കയിലേക്ക് മടങ്ങുന്നത്. UAEയിൽ തനിക്ക് ലഭിച്ച സ്വീകരണത്തിൽ അതീവ സന്തുഷ്ടനാണെന്ന് ട്രംപ് വെളിപ്പെടുത്തി. തൻ്റെ രാജ്യം ഒരു ചൂടൻ രാജ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിർമ്മിത ബുദ്ധി, റിയൽ എസ്റ്റേറ്റ് മേഖല തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണത്തിലേർപ്പെടാൻ കരാറുകൾ ഒപ്പുവയ്ക്കുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UAEയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഖത്തറിൽ ട്രംപ് ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നു. ഗാസയെ ഏറ്റെടുത്തൊരു സ്വതന്ത്ര മേഖലയാക്കി മാറ്റും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അമേരിക്ക നൽകും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ നേരത്തെ ഈ സ്ഥലം ഏറ്റെടുത്ത് റിവേരയാക്കും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തോട് നിരവധി അറബ് രാജ്യങ്ങൾ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന ജനങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഖത്തർ എന്തായാലും നിലപാടുകൾ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ട്രംപ് അടുത്ത് UAEയിലേക്ക് പോയത്. മാത്രമല്ല, ഖത്തറിൽ വെച്ച് തന്നെ ട്രംപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു. ആണവായുധ നിർമ്മാണം സംബന്ധിച്ച് ഇറാനുമായി തങ്ങൾ നിരന്തരം ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. ആണവായുധം നിർമ്മിക്കുകയില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും, അഥവാ ഈ ഉറപ്പ് ഇറാൻ ലംഘിക്കുകയാണെങ്കിൽ അമേരിക്ക സൈനിക നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവും വേണ്ട എന്ന് ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ന് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങുകയാണെന്ന് പറയപ്പെടുന്നു എങ്കിലും ഒരുപക്ഷെ അദ്ദേഹം തുർക്കിയിൽ ഒരു അപ്രതീക്ഷിത സന്ദർശനം നടത്താൻ സാധ്യതയുള്ളതായും റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ കാരണം റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി തുർക്കി പ്രസിഡന്റ് എർദോഗാനൊക്കെ മുൻകൈയെടുത്ത് ട്രംപിനെ ഇക്കാര്യത്തിൽ ഇടപെടുന്നതിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ട്രംപ് UAEയിൽ നിന്ന് നേരെ പോകുന്നത് തുർക്കിയിലേക്കായിരിക്കും. അവിടെ റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങുക. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല.